നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛൻ പതിവായി പോവാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തിരഞ്ഞു. പല പരിചയക്കാരെയും കണ്ടു. ആർക്കും ഒരു അറിവുമില്ല. അച്ഛനെ പുലർച്ചയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുവെന്ന് അവരിലൊരാൾ പറഞ്ഞു. കണ്ടേ ഉള്ളൂ. അവർ തമ്മിൽ സംസാരിച്ചിട്ടൊന്നുമില്ല. നമ്മളെ ഉപേക്ഷിച്ചു പോയി കളഞ്ഞൂല്ലേ? അച്ഛനെങ്കിൽ വരൂ അമ്മേ. അമ്മ വിഷമിക്കാതിരിക്കാൻ. ദൈവങ്ങനെ ദൂരേക്കൊന്നും പോയി കാണില്ല, എനിക്ക് ഉറപ്പാ. ചെന്നൈയിലും ബാംഗ്ലൂരും ബോംബെയിലും ഒക്കെയുള്ള എന്റെ സുഹൃത്തുക്കളെ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അവരറിയിക്കും. എവിടെയോ പോന്നെന്ന് പറഞ്ഞിട്ടായിരുന്നെങ്കിൽ സമാധാനായിട്ടിരിക്കായിരുന്നു. ഒരു അജ്ഞാതവാസം കൂടിയേ തീരുമെന്ന് അച്ഛനിപ്പോ തോന്നിക്കാണും. ATM കാർഡ് പോലും കൊണ്ടുപോകാതിരുന്നത് ഒരു തരത്തിലും ചേസ് ചെയ്ത് പിടിക്കാതിരിക്കാനാ. കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടോന്ന് പോലും അറിയില്ല. എവിടെ ഉറങ്ങും, എന്ത് കഴിക്കും, ദൈവത്തിന് മാത്രം അറിയാം. ഏതെങ്കിലും സുഹൃത്തിന്റെ അടുത്ത് അച്ഛൻ സുഖമായിട്ട് എത്തിച്ചേരും. അമ്മ അതോർത്ത് വിഷമിക്കണ്ട. ഇനി ഒരിക്കലും തിരിച്ചു വരാതിരിക്കാനുള്ള പോക്കാണോ ദൈവം പോയിരിക്കുന്നത്? ദൈവം ഒരവസരം തന്ന കാണാന്നല്ല എഴുതിയിരിക്കുന്നത്. അധികം വൈകാതെ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് അതിലെ സൂചന. കേസും സമൻസും കോടതി, ഓഫീസിലെ ഉപദ്രവങ്ങളും, കള്ളൻ എന്ന വിളിപ്പേരും, ഭീഷണിയും, പിന്നെ പത്രത്തിലെ വാർത്ത, എല്ലാം കൂടി പൊറുതി മുട്ടിയിട്ട പാവം ഇവിടുന്ന് പോയി കളഞ്ഞത്. എല്ലാത്തിനും കാരണക്കാരി ഞാൻ പാല് കൊടുത്ത് ലാളിച്ച ആ ദുഷ്ടത്തെയാണെന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവള് ചെന്ന് വീഴാൻ പോകുന്നത് മഹാഗർത്തത്തിലേക്കായിരിക്കും. നമുക്ക് കാണാം. അതിനധികം കാലതാമസമൊന്നുമില്ല. ദേവ് പോയ വിവരം മുത്തശ്ശി അറിഞ്ഞോ? ഞാനവിടെ പോയിരുന്നു, പക്ഷെ പറഞ്ഞില്ല. അറിഞ്ഞ വല്ലാതെ വിഷമിക്കും. സ്വന്തം മകനല്ലേ. ശരണ്യോ? ആശുപത്രിയിൽ വെച്ച് ഞാൻ മാറ്റി നിർത്തി പറഞ്ഞു. അവളും വലിയ വിഷമത്തില്. സമൻസും കോടതിയൊക്കെ ഇനി എന്താവോ എന്തോ. ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് വാറണ്ടുണ്ടാവും. അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അൺനോൺ നമ്പറിൽ നിന്ന് റീച്ച് സേഫ്ലി. ദേവിന്റെ മെസ്സേജ് ആയിരിക്കും. സുഖമായിട്ട് എത്തിയെന്നല്ലേ? ഈ നമ്പറിൽ ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കാം. എന്താ കിട്ടുന്നില്ല? ട്രഷറി വരെ പോവുക. ട്രഷറിയിലേക്കോ അതോ ഒളിസംഘത്തിലേക്കോ? എവിടെയാണ് കൊച്ചുമോളെ ഒളിപ്പിച്ചിരിക്കുന്നത്? പോലീസിനെ കബളിപ്പിച്ച് നീരജ ഒളിച്ചിരിക്കുന്നത് എവിടെയാണെന്നാ ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോളണമെന്നില്ലല്ലോ. ഉത്തരം പറയണം. വിവേക് വധക്കേസിലെ മുഖ്യ പ്രതിയാണ് നീരജ. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രതിയാക്കി തീർക്കാം. അതൊന്നും നീതിക്കും ന്യായത്തിനും നിരക്കുന്നതായിരിക്കണമെന്നില്ല. ഓഹോ, നീതിന്യായങ്ങളെപ്പറ്റി വലിയ പിടിപാടാണല്ലോ. പ്രതിയെ ഒളിപ്പിക്കുന്നത് അതേ കുറ്റം ചെയ്തതിന് സമമാണെന്നും അറിയാമായിരിക്കും. ഓഹോ, എന്നെയും പ്രതിയാക്കണമെന്ന് ആക്കിക്കോ. എന്നെയും കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കേ. കളിയാക്കുന്നോടോ? പോലീസിനോട് തനിക്ക് പുച്ഛമാണല്ലേ? വാക്കിലും പ്രവൃത്തിയിലും ഒരു ന്യായവും പുലർത്താത്ത നിങ്ങളോട് പുച്ഛം തന്നെയാണ്. ഇത്രയും പ്രായമായിട്ടും മര്യാദ പഠിച്ചിട്ടില്ല താൻ. മര്യാദ ഏത് പ്രായക്കാർക്കും ആകാം. ഒരു പൗരനെ വഴിയിൽ തടഞ്ഞ് വാക്കുകൾ കൊണ്ട് ദ്രോഹിക്കുന്നത് മര്യാദയാണെന്ന് പറയാൻ പറ്റില്ല. എന്നെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാ.
അത് പാഴ്വേലയാണെന്ന് അറിയാം. നിങ്ങൾ എന്റെ കൂടെ വാ. നീരജ ഉള്ളിടത്തേക്ക് നമുക്ക് ഒരുമിച്ച് പോവാം. നിങ്ങൾ പറയുന്ന വധക്കേസിലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ടല്ലോ. അത് ഒരു പ്രേരണയും കൂടാതെ സ്വമേധയാ വന്ന് സറണ്ടർ ചെയ്യുകയായിരുന്നു. അതേ സംസ്കാരം തന്നെയാണ് എന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉള്ളത്. കുറ്റം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വമേധയാ ഹാജരായി ആ കുറ്റമേൽക്കും. ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്ന് പിടികൂടേണ്ട ആവശ്യമൊന്നും വരില്ല. ഈ പറഞ്ഞതൊന്നും പ്രതിയെ ഒളിപ്പിച്ച കുറ്റത്തിനുള്ള ന്യായീകരണങ്ങളല്ല. കൊലപാതകം നടത്തിയ കുടുംബത്തിന്റെ സംസ്കാരം പോലീസിന് ബോധ്യമായിട്ടുണ്ട്. എന്താ തുറച്ചു നോക്കി പേടിപ്പിക്കുന്നത്? സംസ്കാരത്തെ പറ്റി വീമ്പിളക്കുന്നു. ആ മുറ്റത്ത് വെച്ച കൊല നടന്നത്. ആ കൊലയിൽ നിങ്ങളും പങ്കാളിയാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. സംശയിക്കണ്ട, ഞാൻ തന്നെയാണ് കൊല നടത്തിയത്. വേണ്ടി വന്നാൽ ഇനിയും കൊല നടത്തും. എന്താണ് പറഞ്ഞത്? ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇനിയും കൊല നടത്താൻ മടിയില്ലെന്ന്. യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതിനുവേണ്ടി ശ്രമിക്കുകയുമില്ല. അതറിയാം. കയ്യിൽ കിട്ടുന്ന നിരപരാധിയെയാണ് നിങ്ങൾ പ്രതിയാക്കി ജയിലിൽ അടച്ചത്. യാതൊരു കുറ്റവും ചെയ്യാത്ത ഒരാളെ തെളിവുകൾ കെട്ടിച്ചമച്ച് പ്രതിയാക്കി ജയിലിൽ പാർപ്പിച്ചതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിപ്പിക്കും. കാക്കിയിട്ട നിങ്ങളുടെ ധാർഷ്ട്യം അവസാനിപ്പിച്ചിരിക്കും. Shut up, you bloody! എന്താണോ താൻ ചെയ്തത്? ഒരു പ്രായമുള്ള മനുഷ്യന് നേരെ കയ്യോങ്ങുന്നു. ഇതാണോ തന്റെ ഡ്യൂട്ടി? സർ, ഒരു മർഡർ കേസിന്റെ മതി, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. കുറച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സിവിലിയൻസിനോട് അപമര്യാദയായി പെരുമാറിയതിന് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന ശിക്ഷ വാങ്ങാതിരിക്കാൻ വല്ല ചാൻസ് ഉണ്ടോ പോയി നോക്ക്. ചെല്ല്. സർ, താങ്ക് യു സാർ. ചെന്നാട്ടെ. പെരുവഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നു. അയാൾക്ക് എന്താ അതിനുള്ള അധികാരം? എന്താ മുത്തശ്ശ വിളിച്ചത്? ഇന്നൊരു സംഭവം ഉണ്ടായി മോളെ. ആ കാര്യം മോളെ ഒന്ന് വിളിച്ചറിയിക്കണമെന്ന് തോന്നി. എന്താ സംഭവം? ഞാൻ ട്രഷറിയിലേക്ക് നടന്നു പോവുകയായിരുന്നു. അപ്പോഴുണ്ട് എന്റെ വഴി തടഞ്ഞ് ഒരു കാറ് വന്ന് വട്ടം നിൽക്കുന്നു. എന്നിട്ട്? SI ആയിരുന്നു. അയാൾ ഇറങ്ങി വന്ന് എന്നെ അങ്ങ് വിരട്ടാൻ നോക്കി. എനിക്കറിയാം അയാൾ ഒരു ഇൻഡീസന്റ് ഓഫീസർ ആണെന്ന്. ഞാൻ നീരജയെ ഒളിപ്പിച്ചിരിക്കുന്നിടത്തേക്ക് പോവുകയാണെന്ന് അയാൾ പറയുന്നത്. അയാൾ അതും അതിലപ്പുറവും എന്തായാലും ചോദിക്കും. അതിനൊക്കെ മറുപടി പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഞാനും കുറച്ചൊക്കെ പറഞ്ഞു. എന്നെ അയാള് പ്രതിയാക്കുമെന്ന്. അങ്ങനെ ആക്കെന്ന് ഞാനും പറഞ്ഞു. ഒടുവില് അയാൾ എന്നെ അടിക്കാൻ കയ്യോങ്ങി. ഓഹോ, എങ്കിലതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഒരു സീനിയർ സിറ്റിസന്റെ നേരെ കൈയൊങ്ങുന്നവൻ ആരായാലും അതിന്റെ ഫലം അനുഭവിക്കും. ഇതിനെന്താ ചെയ്യേണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അത് വേണം മോളെ. അയാള് ഇനി ഇങ്ങനെ ആരുടെയും തലയിൽ കയറരുത്. ശരി മുത്തശ്ശ. പക്ഷേ അയാൾക്ക് അടിക്കാൻ പറ്റിയില്ല. കൃത്യസമയത്തിന് ഒരു മേലുദ്യോഗസ്ഥൻ വന്ന് അയാളുടെ ഓങ്ങിയ കയ്യിൽ കടന്നു പിടിച്ചു. അയാളെ വാൺ ചെയ്യുകയും ചെയ്തു. അതെയോ? എങ്കിൽ ദൈവം പറഞ്ഞു വിട്ടതായിരിക്കും ആ ഉദ്യോഗസ്ഥനെ. അതിനൊരു സംശയമില്ല മോളെ. ആ അടിയേറ്റിരുന്നെങ്കിലേ ഞാനവിടെ വീണുപോയനെ. എന്ത് തന്നെ ആയാലും അയാൾക്കെതിരെ മുകളിലേക്കും കോടതിയിലും ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്. പിന്നെ മുത്തശ്ശ, നമ്മള് ഹൈക്കോടതിയിൽ കൊടുത്തിരുന്ന ജാമ്യ ഹർജി ഇന്ന് രാവിലെ പരിഗണിക്കേണ്ടതായിരുന്നു. അത് ഉച്ചയ്ക്ക് ശേഷം എടുക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഞാൻ അല്പം ജോലി തിരക്കില്ല മുത്തശ്ശ. ശരി മോളെ, ഫോൺ വെച്ചോളൂ. ശരി.